നമസ്കാരം. പാലക്കാട് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോണത് നമ്മുടെ പാലക്കാടിലെ മുണ്ടൂർ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നല്ല ഒരു വീടിനെയാണ് പരിചയപ്പെടാൻ വേണ്ടി പോണത്. ഇന്ന് കാണാൻ വേണ്ടി പോണ വീട് ഈ വീടാണ്. അപ്പോൾ നമ്മളുടെ ഈ വീട് വന്നിട്ട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പാലക്കാട് ടു കോഴിക്കോട് പോണ കോഴിക്കോട് നാഷണൽ ഹൈവേ ഉണ്ട്. ഇവിടെ കാണുന്നതാണ് നാഷണൽ ഹൈവേ. ഈ ഭാഗത്ത് നല്ല രീതിയിലുള്ള പെട്രോൾ പമ്പ് ഉണ്ട്. ആ പെട്രോൾ പമ്പിൻ്റെ പുറകിലോട്ടാണ് നമ്മളുടെ ഈ വീട് വന്നിട്ട് സ്ഥിതി ചെയ്യുന്നത്. മൊത്തം വന്നിട്ട് 8 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൽ 2100 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിക്കുള്ള 3 ബെഡ്റൂം ഹാള് കിച്ചൺ ആയിട്ടുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വീടാണ് നമ്മൾ പരിചയപ്പെടുന്ന ഈ വീട്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിക്ക് വരുന്ന വഴി. നല്ല രീതിക്കുള്ള വഴി സൗകര്യമൊക്കെ ഉള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഹൈവേന്ന് വേറെ ഒരു 100 മീറ്റർ മാത്രമേ മാറ്റമുള്ളൂ. അതേസമയത്ത് ഈ ഉമ്മാർത്തൊക്കെ നല്ല രീതിക്കുള്ള കല്ലുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ വേണ്ട രീതിക്കുള്ള ഇന്റർലോക്ക് കല്ല് ഏത് നോക്കി നമുക്ക് പതിച്ചാൽ മതിയാകും. അതേപോലെ ഈ പ്രോപ്പർട്ടീൻ്റെ ഈ സൈഡിൽ കൂടെയൊക്കെ നല്ല രീതിക്കുള്ള ഗാർഡൻ വെക്കാൻ പറ്റിയ രീതിക്കുള്ള സ്ഥലമൊക്കെ കൊടുത്തിട്ടാണ് നമ്മളുടെ ഈ പ്രോപ്പർട്ടി വന്നിട്ട് സ്ഥിതി ചെയ്യുന്നത്. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയ വേണം. നമ്മൾ പരിചയപ്പെടുന്ന ഈ വീട് വന്നിട്ട് ആകെ 1 വർഷം മാത്രം പഴക്കമായിട്ടുള്ളൂ. താഴെ ഭാഗത്ത് 2 ബെഡ്റൂമും മുകൾ ഭാഗത്ത് 1 ബെഡ്റൂമാണ് ഉള്ളത്. ഈ ഫ്രണ്ടേജ് വരുമ്പോൾ ഈ സിറ്റ് ഔട്ട് ഏരിയയാണ്. ഈ സൈഡിൽ കൂടെയൊക്കെ നല്ല രീതിക്കുള്ള ഇങ്ങനത്തെ കല്ലുകളൊക്കെ പതിച്ചിട്ടുണ്ട്. കാണുമ്പോൾ നന്നായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ഡോറ്. നല്ല രീതിക്കുള്ള തേക്ക് മരത്തിൽ പണിത ഡോറാണ് നമുക്ക് വെച്ചിട്ടുള്ളത്. അത്യാവശ്യം വീതി കൂടിയ നല്ലൊരു ഹാളാണ് നമുക്കവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ TV യൂണിറ്റ് വരുന്നത്. നമ്മുടെ ഈ വീടിൻ്റെ ടൈലൊക്കെ കാണുന്ന സമയത്ത് 2.5x 5 എന്നുള്ള ടൈലാണ് ഇട്ടിട്ടുള്ളത്. ഒക്കെ ബ്രാൻഡഡ് മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്ത വീടാണ്. ഫുൾ ആൻഡ് ഫുൾ വെട്ടുകളിൽ ചെയ്ത വീടാണ് നമ്മളുടെ ഈ വീട്. അത്യാവശ്യം കുറച്ച് ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഇലക്ട്രിസിറ്റി കണക്ഷനൊക്കെ 3 ഫേസാണ് വരുന്നത്. താഴെ ഭാഗത്ത് 2 ബെഡ്റൂമാണ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഒക്കെ വി ഗാർഡിൽ ചെയ്ത വയറിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മളുടെ ആദ്യത്തെ ബെഡ്റൂം. നല്ല രീതിക്കുള്ള വലിയൊരു ബെഡ്റൂമാണ് നമുക്കുള്ളത്. ഈ ഭാഗത്ത് നല്ല രീതിക്കുള്ള കബോർഡ്സൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ വിൻഡോസിലൊക്കെ നല്ല രീതിക്കുള്ള കട്ടൻസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമിലും എല്ലാ വിൻഡോസിലും കട്ടൻസൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഈ വിൻഡോസൊക്കെ വരുന്നത് നമുക്ക് മെറ്റലിലാണ് ചെയ്തിട്ടുള്ളത്. ഒരിക്കലും ഒന്ന് ചതൽ കയറില്ല. വീട് നല്ല വൃത്തിയുള്ള ഡീസൻ്റ് ആയിട്ടുള്ള വീടാണ്. 1 വർഷം മാത്രമേ പഴക്കമായിട്ടുള്ളൂ. നമ്മുടെ പാലക്കാട് നിന്ന് ഇവിടേക്ക് ഏകദേശം ഒരു 8 മുതൽ ഒരു 10 കിലോമീറ്റർ വ്യത്യാസമാണ് ഉണ്ടാകുക. ഇവിടെ നിന്ന് മുണ്ടൂരെത്താൻ 1 കിലോമീറ്റർ വ്യത്യാസമാണ് ഉണ്ടാകുക. അപ്പോൾ നമ്മളുടെ ഈ ബെഡ്റൂമിൻ്റെ ബാത്ത് അറ്റാച്ച് ഇവിടെയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മളുടെ മുട്ടിക്കുളങ്ങരയ്ക്ക് ഏകദേശം 3 കിലോമീറ്റർ ഡിസ്റ്റൻസാണ് വരിക. ഇവിടെ സെൻറ് ആൻഡ് സ്കൂളൊക്കെ വളരെ അടുത്താണ്. ഇവിടെ നിന്ന് ഏതൊരു സമയത്തും പോകാനും വരാനും കൺവീനിയൻ്റ് ഉണ്ടാകും. നമ്മുടെ മുട്ടിക്കുളങ്ങരയിൽ തന്നെയാണ് മുട്ടിക്കുളങ്ങര എണ്ണയൊക്കെ കിട്ടുക. കുറേ പേർക്ക് അറിഞ്ഞതാണ്. അതുകൂടാതെ അവിടെ നിന്ന് പോലീസ് ക്യാമ്പും കാര്യങ്ങളും വല്ലതും ഉള്ളതാണ്. അപ്പോൾ ഇത് നമ്മളുടെ വീടിൻ്റെ 2nd ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമും നല്ല രീതിയിലുള്ള ഒരു ബെഡ്റൂമാണ്. അപ്പോൾ നമ്മുടെ ഈ ബെഡ്റൂമിൽ ഇങ്ങനത്തെ വലിയ സൈസുള്ള കബോർഡാണ് വെച്ചിട്ടുള്ളത്. തുണിയൊക്കെ വയ്ക്കാൻ ധാരാളം സ്പേസ് ഉണ്ട്. വർക്കൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കബോർഡാണ്. അപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ ബാത്ത് അറ്റാച്ച് ഉള്ളത് ഇവിടെയാണ്.
നമ്മുടെ വീട് ഡോർ ഫേസിന് വന്നിട്ട് നോർത്ത് ഫേസാണ്. ഇതാണ് നമുക്ക് വന്നിട്ട് ഡൈനിങ് ഏരിയ ആയിട്ട് വരിക. ഇവിടുത്തെ വാഷ് ബേഷനൊക്കെ ഉള്ളത് ഈ ഭാഗത്താണ്. സോ അവിടേക്കും നല്ല രീതിക്കുള്ള സ്പേസ് കാര്യമില്ലതും നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. സൈഡൊക്കെ നല്ല രീതിക്കുള്ള ഇങ്ങനത്തെ കബോർഡ്സൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളുടെ കിച്ചൺ സ്ഥിതി ചെയ്യുന്നത് ഈ ഭാഗത്താണ്. ഇത് വന്നിട്ട് കിഴക്ക് വടക്ക് ഭാഗത്താണ് നമ്മുടെ കിച്ചൺ ഉള്ളത്. നല്ല രീതിക്കുള്ള സ്പേസിയസ് ആയിട്ടുള്ള കിച്ചണാണിത്. നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യം വന്നിട്ട് ബോർവെള്ളാണ്. അതിൻ്റെ ഫിൽറ്റർ കാര്യങ്ങൾ എല്ലാതും ഇവിടെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്കുള്ള സെൽഫ് കബോർഡ്സ് എല്ലാം വന്നിട്ട് എല്ലാ ഭാഗത്തും വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തും നല്ല രീതിക്കുള്ള സെൽഫൊക്കെ വെച്ചിട്ടുള്ളതാണ്. നമ്മുടെ കിച്ചൺ കഴിഞ്ഞ് ഇപ്പുറത്ത് വരുന്ന സമയത്ത് ഒരു വർക്ക് ഏരിയ ഉണ്ട്. വർക്ക് ഏരിയ ഇവിടെ വന്നിട്ട് പുകയില്ലാത്ത അടുപ്പൊക്കെ ഇവിടെ വെച്ചിട്ടുള്ളതാണ്. ഇവിടെ ഒരു വാഷ് ബേഷന് വെച്ചിട്ടുണ്ട്. ഇവിടെ പുറത്ത് പോകാനുള്ള ഒരു ഡോർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുന്ന സമയത്ത് ഇത്രയ്ക്കും സ്പേസ് ഉള്ളതാണ്. ഇവിടെ വാട്ടർ ഫിൽറ്ററൊക്കെ വെച്ചിട്ടുള്ളതാണ്. ബോർവെല്ലിൻ്റെ വാട്ടർ ഫിൽറ്റർ. അപ്പോൾ നമ്മുടെ ഈ സ്റ്റെപ്പിൽ താഴ്ഭാഗം ഇട്ടിട്ടുള്ളത് വന്നിട്ട് ഗ്രാനൈറ്റ് ആണ് ഇട്ടിട്ടുള്ളത്. നന്നായിട്ടുണ്ട്. വർക്ക് ഫിനിഷിങ് നന്നായിട്ടുണ്ട്. ഇവിടെ മുകളിൽ വരുന്ന സമയത്ത് ഇവിടേക്കും അത്യാവശ്യം നല്ല രീതിക്കുള്ള സ്പേസ് ധാരാളമുണ്ട്. മുകൾ ഭാഗത്ത് ഒരു ബെഡ്റൂമാണുള്ളത്. പിന്നെ രണ്ട് ഭാഗത്ത് വന്നിട്ട് ഓപ്പൺ ബാൽക്കണി നന്നായിട്ടുണ്ട്. ഇനി 2 റൂം എടുക്കണമെന്നുണ്ടെങ്കിൽ സ്ഥല സൗകര്യം ധാരാളമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ 3ാമത്തെ ബെഡ്റൂം. നല്ല രീതിയിലുള്ള ഒരു ബെഡ്റൂമാണ്. ഇപ്പുറത്ത് നല്ല രീതിയിലുള്ള സ്റ്റഡി ടേബിളൊക്കെ അവിടെ ഒന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് കബോർഡ്സൊക്കെ വെച്ചിട്ടുള്ളത്. അധികം ഉപയോഗിച്ചിട്ടില്ല. ആകെ 1 വർഷം മാത്രമേ പഴക്കമുള്ളൂ. അപ്പോൾ നമ്മളുടെ ഈ ബെഡ്റൂമിൻ്റെ ബാത്ത് അറ്റാച്ച് ഉള്ളത് ഇവിടെയാണ്. നമ്മളുടെ ഈ ബെഡ്റൂമിൽ നിന്ന് ഇങ്ങോട്ട് ചെറിയൊരു ബാൽക്കണി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മുൻവശം നന്നായിട്ട് കാണാൻ സാധിക്കും. ഇത്രയ്ക്ക് നല്ല രീതിക്കുള്ള സ്പേസ് ഉണ്ട്. ഒരു 3-4 വണ്ടിയായെങ്കിലും നിർത്തുന്നത്ര സ്പേസ് ധാരാളമുണ്ട്. നമ്മുടെ തൊട്ട് താഴെയാണ് നമുക്കൊന്ന് ഈ പെട്രോൾ പമ്പ്, ബസ് ഒക്കെ പോകണത് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇവിടെ ഇങ്ങനെ വന്ന് ഇരുന്നാൽ തന്നെ ഇവിടെ വന്നിട്ട് നല്ല രീതിക്കുള്ള ടൈം പാസ് ആകും. വരുന്ന വണ്ടിയിൽ പോണ വണ്ടീനൊക്കെ നോക്കിയിട്ട് നിൽക്കുന്ന നല്ല രീതിക്കുള്ള ടൈം പാസിങ് വരും. അപ്പുറത്തൊക്കെ നല്ല രീതിക്കുള്ള ഹിൽ വ്യൂസ് ആണ്. ഈ ഭാഗത്ത് കാണുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ഹിൽ വ്യൂ ധാരാളമുണ്ട്. 24 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടി വാഹനങ്ങളൊക്കെ പോണ റൂട്ടാണ് ഈ റൂട്ട്. പാലക്കാട്ട് നിന്ന് ഇവിടെ മുണ്ടൂർ പോണ വഴി. ലോക്കൽ നെയിം വന്നിട്ട് കപ്പിളിപ്പാറ എന്ന് പറയുക. മെയിൻ റോഡിൽ നിന്ന് വളരെ അടുത്തായിട്ടാണ് നമ്മളുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ 2 ഭാഗത്തും ഓപ്പൺ ബാൽക്കണി ഉണ്ട്. അതെങ്ങനെയുണ്ട് ഒന്ന് കാണാം. നമുക്ക് അഥവാ എക്സ്ട്രാ റൂം വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ രീതിക്കുള്ള ബാൽക്കണിയാണ് ഉള്ളത്. ഈ ഭാഗത്ത് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഇത് തുറന്നാൽ നമുക്ക് ഇത്രയ്ക്കും സ്പേസ് ഇവിടെ നല്ലപോലെ ഉണ്ട്. അവിടെയാണ് നമ്മുടെ ഹൈവേ ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. സോ ഇവിടെ വന്നിട്ട് ഒരു റൂം എടുക്കാന്നുണ്ടെങ്കിൽ റൂം എടുക്കാൻ പറ്റിയ രീതിക്കുള്ള നല്ല രീതിക്കുള്ള സ്ഥലമാണ്. അതേപോലെ അപ്പുറത്തും നല്ല രീതിക്കുള്ള ഇനിയൊരു പോർഷൻ കൂടെയുണ്ട്. ഇവിടെ ഇനിയൊരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വീടിൻ്റെ മുൻവശമാണ്. ഇത്രയ്ക്ക് നല്ല രീതിക്കുള്ള സ്പേസ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെയും നല്ല രീതിക്കുള്ള സ്പേസ് ഉണ്ട്. അഥവാ നമുക്ക് ഇവിടെയും ഒരു റൂം എടുക്കാമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ രീതിക്കുള്ള സ്ഥല സൗകര്യമുണ്ട്. മൊത്തം 8 സെൻറ്റ് സ്ഥലത്തിൽ 2100 സ്ക്വയർ ഫീറ്റിൽ വീടാണ് നമ്മുടെ ഈ വീട്. തൊട്ടടുത്തൊക്കെ നല്ല നല്ല വീടുകൾ ഉള്ള ഒരു ഏരിയയാണ് ഈ ഏരിയ. അപ്പോൾ നമ്മളുടെ വീട്ടിൽ നിന്ന് ഇതിലേക്ക് കടയ്ക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എന്താ ഈ കാണുന്ന ദൂരത്ത് തന്നെ കടയൊക്കെ ഉള്ളതാണ്.
സോ ഇവിടെ പോയിട്ട് ഏത് സാധനങ്ങളും നമുക്ക് മേടിക്കാൻ പറ്റിയ രീതിക്കുള്ള സൗകര്യമുണ്ട്. ഇതിൽ കുറേ കടകളൊക്കെ 24 മണിക്കൂർ വർക്കാണ് സംഭവങ്ങളും കൂടി ഇവിടെയുണ്ട്. അത് മാത്രമല്ല, ഇപ്പം നമ്മുടെ ഈ പ്രോപ്പർട്ടി ഒന്ന് മൊത്തം 8 സെൻറ്റ് സ്ഥലത്തിൽ 2100 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞു. ഇതിനേക്കാളും കുറച്ച് കൂടുതൽ സ്ഥലം വേണം എന്ന് ഉദ്ദേശിക്കുന്ന വ്യക്തികൾക്ക് നമ്മളുടെ ഈ മതിലിൻ്റെ അപ്പുറം ഒരു 9.5 സെൻറ്റ് സ്ഥലം വന്നിട്ട് ഇവിടെ കൊടുക്കാനുണ്ട്. സെൻറ്റിന് വന്നിട്ട് 4.25 ലക്ഷം രൂപ തോതിലാണ് ചോദിക്കുന്നത് അവർ. പറമ്പാണ്. സോ അതിലേക്ക് എൻട്രൻസ് സെപ്പറേറ്റ് ആയിട്ടും കൂടി ഉണ്ട് നമ്മുടെ ഗേറ്റിൻ്റെ മുൻവശത്തായിട്ട്. സോ ഒരുമിച്ച് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് എടുക്കാൻ പറ്റും. അല്ല വീട് മാത്രം മതി എന്നുള്ള ആൾക്കാർക്ക് വീട് മാത്രവും നമുക്ക് എടുക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ഈ പ്രോപ്പർട്ടിൻ്റെ ഉടമസ്ഥൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ സ്ഥലത്തിൻ്റെ ലോക്കൽ നെയിം വന്നിട്ട് കപ്പിളിപ്പാറ എന്നാണ് പറയുക. ഇവിടെ നിന്ന് മുണ്ടൂർ ജംഗ്ഷനിലേക്ക് കറക്റ്റ് 1 കിലോമീറ്ററാണ് വ്യത്യാസം വരിക. അതേപോലെ ഇവിടെ നമ്മുടെ മുട്ടിക്കുളങ്ങരയ്ക്ക് ഏകദേശം 3 to 3.5 കിലോമീറ്റർ വ്യത്യാസമാണ് വരിക. സോ നമ്മുടെ പാലക്കാടിലെ മുണ്ടൂർ പോണ വഴിയിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഹൈവേൻ്റെ വളരെ അടുത്താണ്. ഇവിടെ കാണുന്നത് നാഷണൽ ഹൈവേ ആണ്. ഹൈവേൻ്റെ വളരെ അടുത്തായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വന്നിട്ട് സ്ഥിതി ചെയ്യുന്നത്. മൊത്തം വന്നിട്ട് 8 സെൻറ്റ് സ്ഥലമുള്ള ഈ പ്രോപ്പർട്ടിയിൽ 2100 സ്ക്വയർ ഫീറ്റുള്ള 3 ബെഡ്റൂം ഹാള് കിച്ചണായിട്ടുള്ള വീടാണ് നമ്മൾ ഈ വീട് കണ്ടത്. അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടീൻ്റെ ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന പ്രൈസ് വന്നിട്ട് 80 lakh rupees ആണ്. ഇനി ചെറിയ തോതിൽ നെഗോഷ്യബിളും ഉണ്ടാകും നേരിട്ട് സംസാരിക്കുന്ന സമയത്ത്. അഥവാ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ സ്ഥലം വേണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഈ ഉമ്മാർത്ത പ്ലോട്ടും കൂടി എടുക്കാൻ കഴിയും. ഇത് വന്നിട്ട് മൊത്തം 9.5 സെൻറ്റ് സ്ഥലമുണ്ട്. ഇതിന് 4.25 ലക്ഷം രൂപ തോതിലാണ് അതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്നത്. ഈ വീടിൻ്റെ ഉടമസ്ഥൻ വേറെ, ആ ലാൻഡിൻ്റെ ഉടമസ്ഥൻ വേറെ ആളാണ്. പക്ഷെ വന്നിട്ട് ഒരുമിച്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് എടുക്കാൻ കഴിയും. കുറച്ച് കൂടുതൽ സ്ഥലം വേണമെന്നുള്ള ആൾക്കാർക്ക് ഒരുമിച്ചും എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ കണ്ടിട്ട് ഈ പ്രോപ്പർട്ടി എടുക്കുക എന്ന് വിചാരിക്കുന്ന വ്യക്തികൾ താഴെ കാണുന്ന നമ്പർ വിളിക്കുക. ഞാൻ ശിവദാസാണ്, പാലക്കാട് പ്രോപ്പർട്ടീസ്. നിങ്ങളുടെ ഇടപാടുകൾ ഏതുണ്ടെങ്കിലും വളരെ ക്ലിയർ ആയിട്ട് ചെയ്തു തരുന്നതാണ്. ബാങ്ക് ലോൺ ആവശ്യപ്പെടുന്ന വ്യക്തികൾക്ക് ബാങ്ക് ലോണും കൂടി ഇടയാക്കി തരുന്നതാണ്. ഡോക്യുമെൻ്റ് ഉള്ളതും പക്കാവാക്കിയിട്ട് ക്ലിയർ ആക്കി തരുന്നതാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി എടുക്കാൻ താല്പര്യമുള്ള വിളിക്കുക. നന്ദി, നമസ്കാരം.